കൺമഷി. എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. ഇപ്പൊ കണ്ട ബംഗാളിയുള്ള കേസ് നമ്മൾ എടുക്കണോ? ഒന്ന് പോയി നോക്കണോ? എന്താ വന്ന് പോലീസ് സ്റ്റേഷനിൽ കളിച്ചു തുടങ്ങിയോ സാറേ? വേറെ വഴിയില്ലാഞ്ഞിട്ടാ, ഞങ്ങളുടെ കുഞ്ഞിനെ കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഈ പൊട്ടൻ ചെറുക്കൻ ഇവനോട് ചോദിച്ച ഇവൻ പറയും ക്വസ്റ്റ്യൻ. അയ്യോ, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ സാറേ. അവര് പെങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനാ സാറേ. എങ്ങനെയല്ലേ കുഞ്ഞിനെ കണ്ടുപിടിച്ചതാ സാറേ? എങ്ങനെയാ ഞങ്ങളുടെ കുഞ്ഞിനെ അത് കണ്ടുപിടിച്ചതാ സാറേ? പാലുകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രിയിൽ പുറത്തിറങ്ങാൻ രക്ഷയ്ക്ക് വരെ പേടിയാണെന്ന്. സമർപ്പണം അളവില്ലാതെ പിച്ച് ചിന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹതാപ വിഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്നാശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നോ അച്ഛാ, ഇന്ന് പോയി വരുമ്പോ മകർ കാലുമുട്ടായി വാങ്ങിക്കൊണ്ട് വരുവാ. അച്ഛന്റെ പൊന്നുമക്കൾക്ക് അച്ഛൻ കോലുമുട്ടായും എല്ലാം വാങ്ങി വരാം. ആലുവാട്ടാൻ വരെയെന്ന് പോകട്ടെ കേട്ടോ. പൊന്നു ഇവിടെ നിൽക്കുമായിരുന്നു. അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണം, പിന്നെ പഠിക്കണം. അവൻ എഴുതാനും എടുത്തു കൊടുക്കണം കേട്ടോ. ബൈട്ടാ, നമുക്ക് പോകാം. അയ്യോ, അച്ഛൻ പുറത്തു പോയല്ലോ. എന്ത് പറ്റി? അറിയായിരുന്നു. എങ്കിലോ അങ്കിളെന്റെ സുന്ദരി കുട്ടിക്ക് അങ്കിളെന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ? നോക്കാണോ? നോക്കിയത് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്തിനാ പേടിക്കുന്നേ? അങ്കിളല്ലേടാ, അങ്കിളല്ലേ. മനസാക്ഷി വരെ നടിപ്പിക്കുന്ന ഒരു ധാരണ കൃത്യമാണ് ഇന്ന് അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. അല്ലേലിപ്പോ എന്നാ പറയാനാന്നേ, കണ്ട ബംഗാളികളൊക്കെ ഇവിടെ താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. എന്താ ഈ പറയണേ? നോം കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അതും ഏതോ അന്യ നാട്ടിൽ നിന്ന് വന്ന സ്ഥിതിക്കായി നടക്കില്ല. എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടി ക്രിസ്ത്യാനായില്ലെങ്കിലും കുറ്റവാളി ഞങ്ങൾ കണ്ടെത്തി. ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. എന്നാലും എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. മാറിക്കേ, ഒന്ന് മാറിക്കേ. എന്റെ കുഞ്ഞ്